ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന നവോത്ഥാന നായകൻ പണ്ഡിറ്റ് കെ.പി. കറുപ്പനാണ്. ഇദ്ദേഹം ജനിക്കുന്നത് 1885 മെയ് 24-നാണ്. അപ്പം നമ്മൾ 1885 ജനിക്കുന്ന 3 നവോത്ഥാന നായകരെ ഇവിടെ പരിചയപ്പെടുന്നുണ്ട്. ഒന്നാമത്തേത് പണ്ഡിറ്റ് കെ.പി. കറുപ്പൻ, രണ്ടാമത്തേത് ടി.കെ. മാധവൻ, അടുത്തത് വാഗ്ഭടാനന്ദൻ. അപ്പം ഈ ഒരു 3 പേരും എന്താണ് ഈ ഒരു 1885 കാലയളവിലാണ് ജനിക്കുന്നത്. ഇനി പണ്ഡിറ്റ് കെ.പി. കറുപ്പൻ്റെ ബർത്ത് പ്ലേസിലേക്ക് വരികയാണെങ്കിൽ എറണാകുളത്തെ ചേരാനെല്ലൂരിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ പാപ്പു, അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേരാണ് അതോ പൂച്ചാരി. ഇനി അമ്മയിലേക്ക് വരികയാണെങ്കിൽ അമ്മയുടെ പേര് കൊച്ചുപെണ്ണ്, ഭാര്യ കുഞ്ഞമ്മ. വീട്ടുപേര് എന്ന് പറയുന്നത് സാഹിത്യ കുടീരം എന്നാണ്. കുടുംബ പേര് എന്ന് പറയുന്നത് കണ്ടത്തു പറമ്പിൽ. ഇദ്ദേഹത്തിൻ്റെ ബാല്യകാല പേരിലേക്ക് വരികയാണെങ്കിൽ ശങ്കരൻ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ബാല്യകാല പേര്. പിന്നീടാണ് ഇത് കറുപ്പനാക്കി മാറ്റുന്നത്. അപ്പം നമ്മൾ കെ.പി. കറുപ്പൻ എന്ന് പറയുമെങ്കിലും അതിൻ്റെ ഒറിജിനൽ ഫോർമാറ്റ് എന്ന് പറയുന്നത് കണ്ടത്തു പറമ്പിൽ പാപ്പു കറുപ്പൻ. കണ്ടത്തു പറമ്പിൽ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ കുടുംബ പേരാണ്. പാപ്പു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേരാണ്. അതെല്ലാം കൂടി കൂട്ടിയിട്ടാണ് പണ്ഡിറ്റ് കെ.പി. കറുപ്പൻ എന്നുള്ള പേരുള്ളത്. ഇനി ഇദ്ദേഹത്തിൻ്റെ ഗുരു എന്ന് പറയുന്നത് അഴീക്കൽ വേലു വൈദ്യനാണ്. ഇദ്ദേഹം ധീവര അല്ലെങ്കിൽ അരയ സമുദായത്തിൻ്റെ ഉന്നമനത്തിനൊക്കെ വേണ്ടി പ്രയത്നിച്ചിട്ടുള്ള നവോത്ഥാന നായകനാണ്. ഇനി ഇദ്ദേഹത്തിന് അറിയപ്പെടുന്ന മറ്റ് പേരുകളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. കേരള ലിംഗൻ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ്. ഇദ്ദേഹത്തിന് കേരളവർമ്മ വലിയക്കോഴി തമ്പുരാൻ 1913 നൽകിയിട്ടുള്ള പട്ടമാണ് വിദ്വാൻ എന്ന് പറയുന്നത്. ഇനി കൊച്ചിൻ രാജാവ് നൽകിയിട്ടുള്ള പട്ടമാണ് കവി തിലകൻ, അതുപോലെ തന്നെ സാഹിത്യ നിപുണൻ. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഇദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട 2 വിശേഷണങ്ങളാണ്. അതായത് കൊച്ചി മഹാരാജ്യത്തെ ആദ്യത്തെ മനുഷ്യാവകാശ പ്രവർത്തകൻ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കെ.പി. കറുപ്പനാണ്, അഥവാ സാമൂഹ്യ പരിഷ്കർത്താവ്. കൊച്ചി മഹാരാജ്യത്തിലാണ് ഇദ്ദേഹം ജനിക്കുന്നതല്ലേ, അപ്പോൾ അവിടുത്തെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവാണ്. പിന്നീട് നമ്മൾ അടുത്ത പോയിന്റിലേക്ക് വരികയാണെങ്കിൽ ജാതിഭേദത്തിൻ്റെ അർത്ഥശൂന്യത സാഹിത്യത്തിലൂടെ ആവിഷ്കരിച്ചിട്ടുള്ള ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയാണ് ഈ പണ്ഡിറ്റ് കെ.പി. കറുപ്പൻ. അപ്പം ഇദ്ദേഹമാണ് ആദ്യത്തെ കൊച്ചി മഹാരാജ്യത്തെ മനുഷ്യാവകാശ പ്രവർത്തകൻ. അതുപോലെ തന്നെ ഇദ്ദേഹമാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, സാഹിത്യത്തിലൂടെ ഈ ഒരു ജാതിഭേദത്തിൻ്റെ അർത്ഥശൂന്യതയൊക്കെ ആവിഷ്കരിക്കുന്നത്. ഇനി നമ്മൾ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഡാറ്റയാണ് പഠിക്കുന്നത്. ഈ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലി 1925 ഫോം ചെയ്യുന്നത്. അപ്പം ആ ഒരു ഫോം ചെയ്ത സമയം മുതൽ 1925, 26, 27 എന്നീ 3 വർഷങ്ങളിലായിട്ട് ഈ ഒരു കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ പണ്ഡിറ്റ് കെ.പി. കറുപ്പൻ എന്ത് ചെയ്യുന്നുണ്ട്, നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നുണ്ട്. ഇനി കൂടാതെ ഈ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ എന്താണ് അധസ്ഥിത വിഭാഗ വകുപ്പ് രൂപീകരിക്കാൻ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ പണ്ഡിറ്റ് കെ.പി. കറുപ്പൻ. ഈ അധസ്ഥിത വിഭാഗ വകുപ്പ് രൂപീകരിക്കണം. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടൊരു വകുപ്പുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കുമല്ലോ. അപ്പം അങ്ങനെ രൂപീകരിക്കാൻ സമ്മർദ്ദം കൂടി ഇദ്ദേഹം ചെലുത്തുന്നുണ്ട്. അടുത്തത് നമ്മൾ കായൽ സമ്മേളനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡാറ്റയാണ് പഠിക്കുന്നത്. കായൽ സമ്മേളനത്തെ വള്ളം കെട്ടിയ സമ്മേളനം എന്ന് പറയുന്നുണ്ട്. ഈ സമ്മേളനം നടക്കുന്നത് 1913 ഫെബ്രുവരി 14-നാണ്. ഈ ഒരു സമ്മേളനത്തിൻ്റെ ഒരു ഇൻട്രോ നോക്കുകയാണെങ്കിൽ ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ എന്താണ്, അവർക്ക് ഒരു സമ്മേളനം നടത്തണം. അപ്പം അതിന് വേണ്ടിയിട്ട് അനുവാദം ചോദിച്ചപ്പോൾ കൊച്ചി രാജാവ് എന്താണ് സമ്മതം കൊടുക്കുന്നില്ല. അതായത് കരയിൽ വെച്ചിട്ട് ഇവർക്ക് കൂടാൻ പറ്റുന്നില്ല, ഈ ഒരു യോഗം കൂടാൻ അനുവാദം കൊടുക്കുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യാണ്, ഈ വള്ളം കെട്ടിയിട്ട് എന്താണ് കാലിന് നടുവിൽ എന്താണ് ഇവർ സമ്മേളനം ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പോൾ അത് നടക്കുന്നത് 1913 ഫെബ്രുവരി 14-നാണ്. നല്ല ഒരു ഫാൻസി നമ്പർ അല്ലേ, 13, 14. ഇനി വെന്യൂ എന്ന് പറയുന്നത് കൊച്ചിക്കായൽ, ബോൾഗാട്ടി എന്ന് നമ്മൾ പറയുന്നുണ്ട്. കൊച്ചിക്കായൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേമ്പനാട്ട് കായൽ. ഈ ഒരു കായൽ സമ്മേളനത്തിൻ്റെ നേതാവ് നമ്മുടെ പണ്ഡിറ്റ് കറുപ്പനാണ്. ഈ ഒരു കായൽ സമ്മേളനം നടത്തിയ ആ ഒരു എയിമെന്ന് പറയുന്നത് അധസ്ഥിത വിഭാഗത്തിന്, അതായത് അവർണ വിഭാഗത്തിന് അനുഭവിച്ച ദുരിതങ്ങൾക്കെതിരെയുള്ള ഒരു ശക്തമായ പ്രതിഷേധം എന്ന രീതിയിലാണ് ഈ ഒരു സമ്മേളനം നടക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു പുലിയർക്ക് എന്താണ് കരയിൽ യോഗം ചേരാൻ അനുവാദം കൊടുത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതിനെ പ്രതിഷേധിച്ചിട്ടാണ് ഇവർ കായലിൽ എന്ത് ചെയ്യുന്നത്, സമ്മേളനം നടത്തുന്നത്. ഈ ഒരു കായൽ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള സവർണനാണ് ആര്, ടി.കെ. കൃഷ്ണമേനോൻ. ഇനി ഈ ഒരു കായൽ സമ്മേളനത്തിൻ്റെ ഫലത്തിലേക്ക് നോക്കുകയാണെങ്കിൽ കൊച്ചിൻ പുലയ മഹാസഭ രൂപീകരിച്ചത് ഈ ഒരു സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടാണ്, സമ്മേളനത്തിന് ശേഷമാണ്. അതായത് 1913 മെയ് 15-ന് ഈ ഒരു കായൽ സമ്മേളനത്തിൻ്റെ അനന്തരഫലമായി രൂപം കൊണ്ടിട്ടുള്ള ഒരു സംഘടനയാണ് കൊച്ചിൻ പുലയ മഹാസഭ. ഈ ഒരു കൊച്ചിൻ പുലയ മഹാസഭയുടെ നേതാക്കളാണ് കെ.പി. കറുപ്പൻ, കെ.പി. വള്ളോൻ, കൃഷ്ണാദി ആശാൻ തുടങ്ങിയവർ.
അടുത്തത് നമ്മൾ ഈ പണ്ഡിറ്റ് കെ പി കറുപ്പൻ ആരംഭിച്ച സംഘടനകളിലേക്കാണ് വരുന്നത്. 1907 ഇദ്ദേഹം അരയ സമാജം രൂപീകരിക്കുന്നുണ്ട്. ഇനി 1922 ഇദ്ദേഹം അരയ മഹാസഭ, അഖില കേരള അരയ മഹാസഭ രൂപീകരിക്കുന്നുണ്ട്. ഇനി ഇദ്ദേഹം കുറേ സഭകൾ രൂപീകരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണി ദായിനി സഭ, അതാണ് ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സഭ. അത് ആനപ്പുഴ കൊടുങ്ങല്ലൂരാണ് ഇദ്ദേഹം ഫോം ചെയ്യുന്നത്. പിന്നെ വാല സമുദായ പരിഷ്കരണ സഭ തേവരയിലാണ്. ജ്ഞാനോദയം സഭ ഇടക്കൊച്ചിയിലാണ്. സുധർമ്മ സൂര്യോദയം സഭ തേവരയിലാണ്. പ്രബോധ ചന്ദ്രോദയം സഭ വടക്കൻ പറവൂരിലാണ്. അരയ വംശോദ്ധാരിണി സഭ ഏങ്ങണ്ടിയൂരിലാണ്. മാർഗ പ്രദീപ സഭ കുമ്പളത്താണ്. വാലാസേവ സമിതി അത് വൈക്കത്താണ്. സമുദായ സേവന എന്ന് പറയുന്നത് പറവൂരിലാണ്. ഇനി നമ്മൾ പണ്ഡിറ്റ് കറുപ്പനും വേലുക്കുട്ടി അരയനും കൂടി ഫോം ചെയ്തിട്ടുള്ള സംഘടനകൾ എന്ന് വെച്ചിട്ട് ഇവർ ഒരുമിച്ച് ഫോം ചെയ്തതെന്നല്ല. അതായത് പണ്ഡിറ്റ് കെ പി കറുപ്പൻ കുറച്ച് അരയ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് കുറച്ച് സഭകൾ രൂപീകരിച്ചിട്ടുണ്ട്. വേലുക്കുട്ടി അരയനും രൂപീകരിച്ചിട്ടുണ്ട്. അപ്പം നമ്മളോട് രണ്ടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ലിസ്റ്റ് ചെയ്ത് പഠിക്കുകയാണ്. പണ്ഡിറ്റ് കറുപ്പൻ്റെ കേസിൽ അരയ സമാജം, അരയ വംശോദ്ധാരിണി സഭ, കല്യാണി ദായിനി സഭ, വാല സമുദായ സേവിനി, വാല സേവാ സമിതി, സമുദായ സേവിനി. അടുത്തത് വേലുക്കുട്ടി അരയനിൽ വരികയാണെങ്കിൽ അദ്ദേഹം തുടങ്ങിയിട്ടുള്ളതാണ് അരയ സർവീസ് സൊസൈറ്റി, അരയ വംശപരിപാലിനി യോഗം, സമസ്ത കേരള ആര്യ സമാജന യോഗം, അഖില തിരുവിതാംകൂർ നാവിക തൊഴിലാളി സംഘം. ഇനി വേലുക്കുട്ടി അരയൻ തന്നെയാണ് എന്ത് അരയ മാഗസിൻ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കണം. അല്ലാതെ നമ്മൾ ഈ ഒരു സഭ പെട്ടെന്ന് തന്നെ എല്ലാം അരയൻ കാണുമ്പോൾ ഒക്കെ അത് പണ്ഡിറ്റ് കറുപ്പനാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇനി നമ്മൾ പണ്ഡിറ്റ് കെ പി കറുപ്പൻ്റെ ബുക്കുകളിലേക്കാണ് വരുന്നത്. ബാലകലേശം, തിരുനാൾ കുമ്മി, സമാധി സപ്താഹം, സമാധി സങ്കല്പം, കൈരളി കൗതുകം, ഉദ്യാന വിരുന്ന്, ശാകുന്തളം വഞ്ചിപ്പാട്ട്, ചിത്രലേഖ, ജാതിക്കുമ്മി, ആചാരഭൂഷണം, ധ്രുവചരിതം, സ്ത്രോത്രമന്ത്രാരം. ഇത്രയൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ മെയിനായിട്ടുള്ള ബുക്ക്. നമ്മൾ എന്തായാലും ഓർത്തിരിക്കേണ്ട ബുക്കുകളാണ്. അടുത്തത് നമ്മൾ ഈ ബുക്കുകളിലെ പ്രത്യേകതകൾ വെച്ച് പഠിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ആദ്യ കവിതയാണ് സ്ത്രോത്രമന്ദാരം. അടുത്തത് ഇദ്ദേഹം 12ാം വയസ്സിൽ എഴുതിയിട്ടുള്ള ബുക്കാണ് ഇത് ലങ്കാമർദ്ദനം എന്ന് പറയുന്നത്. ലങ്കാമർദ്ദനം. ഇനി ജാതി വ്യവസ്ഥയ്ക്ക് എതിരെയുള്ള കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യ കൃതിയാണ് ജാതിക്കുമ്മി. അപ്പം ഈ ജാതിക്കുമ്മി എഴുതിയിട്ടുള്ളത് നമ്മളെ പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. ഈ ജാതിക്കുമ്മി എന്ന് പറയുന്നത് അവശ്യ സമുദായ അംഗങ്ങളുടെ മാഗ്ന കാട്ട എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തത് ജാതി വ്യവസ്ഥയ്ക്ക് എതിരെയുള്ള അദ്ദേഹത്തിൻ്റെ നാടകമാണ് ആചാരഭൂഷണം. ഇനി കൊച്ചി മഹാരാജാവിന് എതിരെ അദ്ദേഹം എഴുതിയിട്ടുള്ള ബുക്കാണ് ഉദ്യാന വിരുന്ന്. ഉദ്യാന വിരുന്ന് എഴുതാനുള്ള ആ ഒരു ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് ഈ മദ്രാസ് ഗവർണർ എന്താണ് കൊച്ചിയിൽ സന്ദർശനം നടത്തുന്നുണ്ടായിരുന്നു. അപ്പം അതിനോടനുബന്ധിച്ച് കൊച്ചി രാജാവ് എന്താണ് ഒരു ഉദ്യാന വിരുന്ന് സംഘടിപ്പിക്കും. അപ്പം അതിൽ നമ്മുടെ പണ്ഡിറ്റ് കെ പി കറുപ്പനെ വിളിക്കുന്നില്ല. ഈ താഴ്ന്ന ജാതിയിലുള്ള ആളാണല്ലോ. അപ്പം അതിൽ പണ്ഡിറ്റ് കെ പി കറുപ്പൻ അതിനെതിരെ അങ്ങനെ വിളിക്കാത്തതിന് എന്താണ് അതിൻ്റെ കാരണം അങ്ങനെയൊക്കെ പറഞ്ഞെഴുതിയിട്ടുള്ള ബുക്കാണ് ഏതെന്ന് പറയുന്നത് ഉദ്യാന വിരുന്ന്. ഇനി ഇദ്ദേഹം അന്ധവിശ്വാസത്തിനെതിരെ എഴുതിയിട്ടുള്ള ബുക്കാണ് ആചാരഭൂഷണം. അടുത്തത് ഇദ്ദേഹത്തിൻ്റെ നാടകമാണ് ബാലകലേശം. 1919 അത് എഴുതുന്നത്. കൊച്ചി രാജാവിൻ്റെ ഷഷ്ടിപൂർത്തി വേളയിൽ എഴുതുന്ന ഒരു നാടകമാണ് ഇത് ബാലകലേശം. അടുത്തത് ചട്ടമ്പി സ്വാമിയുടെ സമാധിയോടനുബന്ധിച്ച് എഴുതുന്നതാണ് സമാധി സപ്താഹം, വിലാപകാവ്യം എന്നിവ. അടുത്തത് ടി.കെ. മാധവൻ്റെ നിര്യാണത്തിൽ എഴുതിയ ബുക്കാണ് മഹാസമാധി അഥവാ ചരമഗതം. അടുത്തത് ഇദ്ദേഹത്തിൻ്റെ നാടകങ്ങളാണ് പഞ്ചവടി, ലങ്കാമർദ്ദനം, ബാലകലേശം, എഡ്വേർഡ് വിജയം. അതിൽ നമ്മൾ ഓൾറെഡി എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ബാലകലേശം ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയാണ് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ബുക്കുകളിൽ നമ്മൾ പഠിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഇദ്ദേഹം അംഗമായിട്ടുള്ള സംഘടനകൾ അഥവാ ഇദ്ദേഹത്തിൻ്റെ പദവികൾ ആ കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. ഇദ്ദേഹം മദ്രാസ് സർവകലാശാലയുടെ ബോർഡ് ഓഫ് എക്സാമിനേഷൻ ചെയർമാനായിട്ടുണ്ട്. കൂടാതെ മഹാരാജ കോളേജിൻ്റെ അധ്യാപകനായി ഇദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇദ്ദേഹം എറണാകുളം മുനിസിപ്പൽ കൗൺസിൽ അംഗമാകുന്നുണ്ട്. പിന്നീട് 1931 കൊച്ചി നാട്ടുഭാഷ സൂപ്രണ്ടായിട്ട് ഇദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട്. ഇദ്ദേഹം പിന്നീട് എന്താണ് ഭാഷാ പരിഷ്കരണ കമ്മിറ്റി, അതുപോലെ തന്നെ എലമെൻ്ററി എഡ്യൂക്കേഷൻ കമ്മിറ്റി എന്നിവയുടെ സെക്രട്ടറി ഒക്കെ ആയിട്ട് ഇദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് നമ്മൾ ഇദ്ദേഹം വഹിച്ച പദവികളിൽ പറയുന്നത്. ഇനി ഇദ്ദേഹം മരിക്കുന്നത് 1938 മാർച്ച് 23 ആണ് ഇദ്ദേഹം മരിക്കുന്നത്. പ്ലൂറസി ബാധിച്ചാണ് ഇദ്ദേഹം മരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ സ്മാരകം ചേരാനെല്ലൂരിലാണുള്ളത്. ഇനി സ്മാരക ഗ്രാമീണ വായനശാല ചേരാനെല്ലൂരിൽ തന്നെയാണുള്ളത്. ഇത് സ്ഥാപിച്ചിട്ടുള്ളത് A.K. വേലപ്പനാണ്. അടുത്തത് നമ്മുടെ പണ്ഡിറ്റ്
കറുപ്പൻ പ്രൈസിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് സ്ഥാപിക്കുന്നത് പണ്ഡിറ്റ് കറുപ്പൻ വിചാരവേദിക്കാണ്. ഇതിൻ്റെ സമ്മാന തുക 25,000 ആദ്യമായിട്ട് കിട്ടുന്നത് 2013 സുഗതകുമാരിക്കാണ്. രണ്ടാമതായിട്ട് മാതാ അമൃതാനന്ദമയ്ക്കാണ് ലഭിക്കുന്നത്. അടുത്തത് പണ്ഡിറ്റ് KP കറുപ്പനുമായി ബന്ധപ്പെട്ട 2 ബുക്കുകളുണ്ട്. അതായത് അദ്ദേഹത്തെക്കുറിച്ച് മറ്റുള്ളവർ എഴുതിയ ബുക്ക്. പണ്ഡിറ്റ് കറുപ്പൻ ജീവിതവും പോരാട്ടവും എന്നുള്ള ബുക്ക് എഴുതിയത് ഗോപിനാഥ് പനങ്ങാടാണ്. ഇനി പണ്ഡിറ്റ് കറുപ്പൻ വിപ്ലവം കവിതയിലും സാമൂഹിക രംഗത്ത് എന്നുള്ള ബുക്ക് എഴുതിയത് തങ്കപ്പൻ പൂയപ്പിള്ളിയാണ്. ഇത്രയാണ് നമ്മൾ പണ്ഡിറ്റ് കറുപ്പനെ കുറിച്ച് പഠിക്കുന്നത്.